സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം. ഒരുപക്ഷെ നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കാം, പക്ഷെ നമ്മൾ ഒരേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് പോലെ തന്നെ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുന്ന സമയം. ആ ബോധ്യത്തോടെ അല്പസമയം സഹോദരമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, കാരുണ്യവാനായ കർത്താവാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മഹനീയ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് സ്വസ്ഥാനങ്ങളിരുന്ന് അല്പസമയം ദൈവ കരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ധ്യാനിക്കാം. ഈ ധ്യാനത്തിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. യൂദാസിൻ്റെ ലേഖനം, യോഹന്നാൻ്റെ ലേഖനങ്ങൾ കഴിഞ്ഞ് വരുന്ന യൂദാസിൻ്റെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 17 മുതലുള്ള വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 3 ഉറപ്പുള്ള വഴികൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവ കരുണയിലേക്ക് നമ്മളെ നയിക്കുന്ന 3 ഉറപ്പുള്ള വഴികൾ. അത് തിരിച്ചറിഞ്ഞ് ആ പാതയിലൂടെ സഞ്ചരിച്ച് ഈ കരുണയുടെ നിറവ് അനുഭവിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ തലക്കെട്ട് തന്നെ താക്കീതും ഉപദേശവും എന്നാണ്. ദൈവം തരുന്ന താക്കീതും ഉപദേശവും. ചിലർക്കിതൊരു താക്കീതാണ്, മറ്റു ചിലർക്ക് ഒരു ഉപദേശമായിട്ട് കാണാൻ പറ്റും. അവസാന നാളുകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാന നാളുകളിൽ എന്തെല്ലാം സംഭവിക്കും, ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അധമവികാരങ്ങൾക്ക് അടിപ്പെട്ട് പരദൂഷകരാകുന്നവർ അന്നുണ്ടാവും. അധമവികാരങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുത്തവര്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വെളിച്ചത്തിൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവര് അവസാന നാളുകളിൽ ഉണ്ടാകും. എന്നിട്ട് പറയാണ്, അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ ആത്മീയ കാര്യങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവര്, ലൗകികത മുറ്റി നിൽക്കുന്നവര്. ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായേ അനുഭവപ്പെടും. പറയുണ്ട്, അങ്ങനെയൊക്കെ കാണുന്ന വ്യക്തികള്, ഈ കാഴ്ചപ്പാടുള്ള വ്യക്തികള് ലൗകിക മനുഷ്യര്, കേവലം ലൗകികരായിട്ടുള്ളവര് ആ നാളുകളിൽ ഉണ്ടാവും. അവരപ്രകാരം പെരുമാറുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ കാണും. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയുള്ളവരാണ് ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നവർ. നമുക്ക് കാണാൻ സാധിക്കും, ഭിന്നത മാറ്റാൻ പ്രാർത്ഥിക്കുന്നവരും അതിനായിട്ട് അധ്വാനിക്കുന്നവരുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത വ്യത്യാസങ്ങൾക്കുപരിയായിട്ട് ഒരൈക്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ലൗകികരായിട്ടുള്ള ചിലരുടെ ലക്ഷ്യം ഭിന്നിപ്പുണ്ടാക്കുക. നമുക്കറിയാം, അതൊരു പൈശാചിക പ്രവണത കൂടിയാണ്. സാത്താൻ്റെ ലക്ഷ്യം ഭിന്നിക്കുക, ഭരിക്കുക എന്നുള്ളതാണ്.
ഒന്നിച്ചു നിൽക്കുന്നവരെ ഭിന്നിക്കാൻ പറ്റിയാൽ അവരെ ഭരിക്കാൻ എളുപ്പമാണ്. ചില കുടുംബങ്ങളിൽ 4 പേരെ ഉള്ളതിലും അവർ ചിലപ്പം 2 ഗ്രൂപ്പായിരിക്കും. അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തമ്മിലടിപ്പിക്കുന്നവരെ തകർത്ത് തരിപ്പണമാക്കാൻ സാത്താന് വളരെ എളുപ്പമാണ്. അപ്പം ഇങ്ങനെയുള്ളവർ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്നുള്ളത് വചനം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുക. അതിന് നമ്മളെങ്ങനെ പെരുമാറണം അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ, ഇതുപോലെ ഭിന്നിപ്പുണ്ടാക്കാൻ ലൗകിക മനുഷ്യർ പരിശ്രമിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദാസിൻ്റെ ഈ ഒരു ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ ഇതെല്ലാം അവിടെ കാണാൻ പറ്റും. 1, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. അതിനായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥന കുറയരുത്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും നിത്യജീവൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിത്യജീവനെക്കുറിച്ച് മറന്നിട്ട് ഈ ഭൂമിയിൽ കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള ചിന്തകൾ വരാം. ഇനി അതിന് അടിപ്പെടരുത്. നിങ്ങളുടെ ചിന്ത എപ്പോഴും നിത്യജീവനിലെത്തുക എന്നുള്ളതായിരിക്കണം. ഇതിനാവശ്യമായ ചില കാര്യങ്ങളാണ് ഇനി തുടർന്ന് വരുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലേഖനത്തിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, യേശുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കുക. ദൈവകരുണ നമുക്ക് ലഭിക്കാനുള്ള നല്ലൊരു മാർഗമാണ് യേശുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കുക. സങ്കീർത്തനം 123 അതിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് കരുണ ലഭിക്കുവോളം ഞാൻ എൻ്റെ ദൈവത്തെ ഉറ്റുനോക്കിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട്, അങ്ങനെ ദൈവത്തെങ്കിലേക്ക് ഉറ്റുനോക്കുന്ന വ്യക്തികൾക്ക് ഈ കരുണ അവർക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദാസന്റെ കണ്ണ് യജമാനന്റെ ആ കരങ്ങളിലേക്ക് നോക്കുന്നത് പോലെ, ദാസിയുടെ കണ്ണ് സ്വാമിനിയുടെ കരങ്ങളിലേക്ക് നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ കർത്താവിലേക്ക് നോക്കിയിരിക്കും. അങ്ങനെ ദൈവകരുണ ഞാൻ പ്രാപിക്കുമെന്ന് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ഒരു ഇടവകാംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ പള്ളി വന്നാൽ സക്രാരിയിലേക്ക് ഉറ്റുനോക്കിയിരിക്കും. ഇനി അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ എന്താണ് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജോൺ മരിയ വിയാനിക്ക് കിട്ടിയ മറുപടി, അച്ഛാ, ഞാൻ ഒരുപാട് ക്ലേശങ്ങൾ ദുരിതങ്ങളുള്ള വ്യക്തിയാണ്. ഞാൻ പള്ളിയിലേക്ക് വരും, സക്രാരിയിലേക്ക് നോക്കും. എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണുന്ന ദൈവം എന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ ആ ദൈവത്തെ നോക്കിയിരിക്കും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കഴിയുമ്പോൾ ഒരു വലിയ ശക്തി എന്നിൽ വന്ന് നിറയും, ഒരു വലിയ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകും. സ്നേഹത്തോടെ ദൈവത്തെ നോക്കിയിരുന്നാൽ, വിശ്വാസത്തോടെ ദൈവത്തെ നോക്കിയിരുന്നാൽ അത് വലിയൊരു പ്രാർത്ഥനയായി, ആരാധനയായി മാറും. അത് ദൈവാനുഭവത്തിന് കാരണമാകും. ദൈവകരുണ പ്രാപിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാപികളോടൊത്ത് വസിക്കരുത്, പാപികളോടൊത്ത് വർദ്ധിക്കരുത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവകരുണയ്ക്ക് യോഗ്യത ഉണ്ടാവുക. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവർ പാപത്തിൽ ജീവിക്കുമ്പോൾ 2 രീതിയിൽ നമുക്കതിനെ എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്കവരെ പുച്ഛിച്ച് തള്ളാൻ പറ്റും. രണ്ടാമത്തേത്, നമുക്ക് അവരോട് ചേർന്ന് ആ പാപത്തിൽ പങ്കുചേർന്ന് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ കാണുന്നു, ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പാപത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത്. എന്നാൽ അവർ പാപം ചെയ്തതിൻ്റെ പേരിൽ ആ പാപികളെ നമ്മൾ നിഷ്കരുണം തള്ളിക്കളയരുത്. ഇത് വലിയൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പാപിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിച്ചാൽ വലിയ നേട്ടമായിരിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്,
യൂദാസിൻ്റെ ലേഖനം 1:22 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മാംസദാഹികളുടെ, അതായത് ഈ പാപത്തിൽ മുഴുകിയിരിക്കുന്ന ലൗകിക മനുഷ്യര്, ജഡിക മനുഷ്യര്, മാംസദാഹികൾ, അവരുടെ കളങ്കിതമായ വസ്ത്രം പോലും വെറുക്കുക. പറഞ്ഞാൽ ഒരിക്കലും പാപത്തെ, പാപപ്രവൃത്തിയെ, പാപസുഖത്തെ സപ്പോർട്ട് ചെയ്യരുത്. പക്ഷെ ആൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്നാൽ അവരെ നിങ്ങൾ കാരുണ്യപൂർവ്വം കാണണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, പ്രഭാഷകൻ 13:1 വായിച്ചാൽ അഹങ്കാരികളോട് ഒത്തു വസിക്കുന്നവർ അവരെ പോലെ അഹങ്കാരികളായി മാറും. എഫേസസ് 4:17 മുതൽ വായിക്കുമ്പോൾ വ്യർത്ഥചിന്തയിൽ മുഴുകിക്കഴിയുന്ന ചില വ്യക്തികളെക്കുറിച്ച്, മനസ്സ് മരവിച്ച ചില വ്യക്തികളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്നു. നിങ്ങൾ അവരോട് സഹകരിക്കരുത് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്, പാപത്തെ വെറുക്കണം, എന്നാൽ പാപിയെ സ്നേഹിക്കണം. അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് നാം കാരണമായി തീരണം. അതാണ് നമ്മുടെ ഈ വചനഭാഗത്ത് യൂദാസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭയത്തോടെ പാപിയോട് കരുണ കാണിക്കുക. ഭയത്തോടെ പാപിയോട് കരുണ കാണിക്കുക. പാപത്തെ വെറുത്തുപേക്ഷിക്കുക, എന്നാൽ പാപിയോട് കരുണ കാണിക്കുക എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവാത്മാവിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ജ്ഞാനത്തിൻ്റെ ഒരു സൽഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്താൻ പറ്റുന്ന കാര്യമാണ്. ഒരു പാപിയാണെങ്കിലും ഞാൻ അവരോട് കരുണ കാണിക്കും. അവർ പാപിയാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. സുഭാഷിതങ്ങൾ 25:21 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുവിന് പോലും വിശക്കുമ്പോൾ ആഹാരം കൊടുക്കുക, ദാഹിക്കുമ്പോൾ ജലം കൊടുക്കുക, അത് അവരുടെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു പരിശ്രമം നാം നടത്തണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ ദൈവ കരുണയുടെ നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ കരുണ എടുക്കാനും കൊടുക്കാനുമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നാം എല്ലാവരും ആവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കാരുണ്യം സ്വീകരിക്കുവാനും ആ കാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,